ഹായ് ഓൾ HSST കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കോംപ്ലക്സ് അനാലിസിസിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സിംഗുലാരിറ്റീസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ സിംഗുലാരിറ്റി എന്താണ്, ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ്, അതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലെറ്റ് z equal to 1 the function f of z equal to sin 1 by 1 minus z. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ 1 by 1 minus z എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷന് സിംഗുലാരിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് സിംഗുലാരിറ്റി ആണ് എന്നൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ചോദ്യം വരുന്നത്. അതെ, അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് സിംഗുലാരിറ്റി, എന്താണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. അപ്പോൾ സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണത് സിംഗുലർ പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 by z എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഫംഗ്ഷൻ z equal to 0 എന്തല്ല, അനലിറ്റിക് അല്ല. അല്ലാത്ത പോയിന്റിലൊക്കെ എന്താണ്, ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അത് ഡിനോമിനേറ്റർ ജസ്റ്റ് 0 ആവുന്ന പോയിന്റ് എന്നുള്ള രീതിയിൽ നോക്കി വെക്കുക. അത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു കറക്റ്റ് മെത്തേഡ് അല്ല. നമ്മൾ സിംഗുലാരിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് കണ്ടീഷൻ അനലിറ്റിസിറ്റി കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ നോക്കാൻ വേണ്ടി ചെയ്യുന്നത് ഡിനോമിനേറ്ററിൽ ഏത് വാല്യൂ സെറ്റിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 ആവുന്നത്, ആ പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ എന്താവില്ല, അനലിറ്റിക് ആവില്ല എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ ഈ പോളിനോമിയൽ ഇതിലൊക്കെ വരുന്ന കേസിൽ നമ്മൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സിംഗുലാരിറ്റി തന്നെ രണ്ട് ടൈപ്പ് സിംഗുലാരിറ്റീസ് ഉണ്ട്. അതായത് ഐസൊലേറ്റഡും ഉണ്ട്. അപ്പോൾ സിംഗുലാരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം, സിംഗുലാരിറ്റി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പായിട്ട് പറയാം. ഒന്ന് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി, രണ്ടാമത്തത് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഓക്കെ, എന്തായിരിക്കും ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ z0 എന്ന് പറഞ്ഞൊരു പോയിന്റ് സപ്പോസ് ഒരു സിംഗുലാരിറ്റി ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ z0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല, അനലിറ്റിക് അല്ല. അതിന്റെ ചുറ്റുമുള്ള ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ ഈ കേസിൽ 1 by z എന്ന് പറയുന്ന കേസ് നമുക്ക് എന്താ, ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് ആണ്. എല്ലാ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും 0 എന്ന് പറയുന്ന പോയിന്റ് ഒഴികെയുള്ള അതിന്റെ ചുറ്റുമുള്ള ഏതൊരു നൈബർഹുഡിലും ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് ഈ പോയിന്റിന്റെ അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഒരു സിംഗുലർ പോയിന്റ്, ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. ഇനി നോൺ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 + 1/n എന്ന് പറയുന്നത് ഒരു സിംഗുലാരിറ്റി ആണെന്ന് വിചാരിക്കാം. ഈ 1 + 1/n സിംഗുലാരിറ്റി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്ത് വരും, ഫംഗ്ഷന് ഇഷ്ടം പോലെ സിംഗുലാരിറ്റീസ് വരും. അപ്പോൾ അതൊക്കെ എന്താണ്, ആ ഏതൊരു നൈബർഹുഡ് എടുത്താലും, വണ്ണിന്റെ ഏത് നൈബർഹുഡ് എടുത്താലും ഇതിന്റെ ഈ പറഞ്ഞ ഒരു സിംഗുലാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ z0ന്റെ ചുറ്റുമുള്ള ഏതൊരു നൈബർഹുഡിലും വീണ്ടും എന്തുണ്ട്, വേറൊരു സിംഗുലാരിറ്റി ഫംഗ്ഷന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം സിംഗുലാരിറ്റീസ് നമ്മൾ വിളിക്കുന്നവരാണത് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയുടെ ഡെഫിനിഷൻ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ PDF ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് PDF വേണ്ടവർ ആവശ്യപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗുലർ പോയിന്റ് എന്താണെന്ന് പഠിച്ചു. ഇനി ഈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, z equal to z0 is an isolated point of a function f of z. then രണ്ടല്ല 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. then the singularity is called, 3 ടൈപ്പ് സിംഗുലാരിറ്റീസ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന്, ഇത് സിംഗുലർ പോയിന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഐസൊലേറ്റഡ് അതുപോലെ തന്നെ നോൺ ഐസൊലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഐസൊലേറ്റഡ് തന്നെ 3 ടൈപ്പ് നമുക്ക് ഇതാക്കാൻ പറ്റും. ഒന്ന് റിമൂവബിൾ സിംഗുലാരിറ്റി, രണ്ടാമത്തത് പോള്, മൂന്നാമത്തത് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓക്കെ, അപ്പോൾ റിമൂവബിൾ എന്താണെന്ന് മനസ്സിലാക്കാം. റിമൂവബിൾ എന്ന് പറഞ്ഞാൽ ലോറൻസ് സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷന് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ z0 എന്ന് പറയുന്ന ഒരു സിംഗുലാരിറ്റി റിമൂവബിൾ ആണോ, പോൾ ആണോ അല്ലെങ്കിൽ എസെൻഷ്യൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് z0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷന് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുക. അപ്പോൾ ആ ഫംഗ്ഷൻ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുമ്പം ലോറൻസ് സീരീസ് നമുക്കറിയാം കുറേ എന്തുണ്ടാവും, ഇപ്പോൾ z - z0ന്റെ പവേഴ്സ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ z - z0ന്റെ നെഗറ്റീവ് പവേഴ്സും അവിടെ ഉണ്ടാവും
അല്ലെ. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് പവേഴ്സും ഉണ്ടാവും നെഗറ്റീവ് പവേഴ്സും ഉണ്ടാവും. ഇതിൽ പോസിറ്റീവ് പവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്കൽ പാർട്ട് അല്ലെങ്കിൽ റെഗുലർ പാർട്ട്. നെഗറ്റീവ് പവേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ പാർട്ട്. ഇതിൽ പ്രിൻസിപ്പൽ പാർട്ടിൽ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ, ലോറന്റ് സീരീസിന്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ എലമെന്റ്സ് ഇല്ലെങ്കിൽ അത്തരം സിംഗുലാരിറ്റീസിനെ ഞാൻ വിളിക്കുന്ന പേരാണത് റിമൂവബിൾ സിംഗുലാരിറ്റി. ലോറന്റ് സീരീസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ സിംഗുലാരിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് പോള്. സപ്പോസ് ലോറന്റ് സീരീസ് എക്സ്പാൻഷനിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് z-z0 എന്ന് പറയുന്ന നെഗറ്റീവ് പവേഴ്സ് ഉള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ന് വെച്ചാൽ നെഗറ്റീവ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് 1/z-z0, പിന്നെ 1/z-z0 ഹോൾ ക്യൂബ്, 1/z-z0 ഹോൾ പവർ 5 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ് ഉണ്ടെങ്കിൽ അത്തരം സിംഗുലാരിറ്റീസിനെ ഞാൻ വിളിക്കുന്ന പേരാണത് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പൊ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയിൽ വരുന്ന രണ്ട് കാറ്റഗറിയാണ് റിമൂവലും പോളും. എസെൻഷ്യലിന് ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ട്, നോൺ ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ റിമൂവൽ സിംഗുലാരിറ്റി, ദ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് f of z in the Lorentz series expansion contains no terms, that is an ഈ അതിന്റെ ജനറൽ ഫോം ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്നതായിരിക്കും. an z minus z0 ഇങ്ങനെ വരും. an സിഗ്മ an z മൈനസ് z0 പവർ n പ്ലസ് സിഗ്മ bn z മൈനസ് z0 പവർ മൈനസ് n. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് വിളിക്കുക. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിംഗുലാരിറ്റിനെ ലോറന്റ് സീരീസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം bn 0 ആണെങ്കിൽ റിമൂവൽ സിംഗുലാരിറ്റി, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന നോൺ നെഗറ്റീവ്. അതേ ഇതിൽ തന്നെ വേറെ രീതിയിൽ ജസ്റ്റ് z0 എന്ന് പറയുന്ന പോയിന്റ് റിമൂവൽ സിംഗുലാരിറ്റി ആണോ നോക്കാൻ വേണ്ടി f of z നമ്മൾ എന്ത് ചെയ്യുക, z tends to z0 ലിമിറ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് f of z ന്റെ ലിമിറ്റ് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ റിമൂവൽ സിംഗുലാരിറ്റി എന്ന് വിളിക്കാം. ഇനി അടുത്തത് പോളാണ്. പോള് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പറഞ്ഞു, ലോറന്റ് സീരീസിൽ എന്ത് വരിക, ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് മാത്രമുള്ള z-z0ന്റെ ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ അത്തരം പോയിന്റുകൾ, അതായത് ആ പോയിന്റിലാണ് ഞാൻ ആ ലോറന്റ് സീരീസിന് എക്സ്പാൻഷൻ കൊടുക്കുന്നത്. ആ എക്സ്പാൻഷൻ കൊടുക്കുന്ന സമയത്ത് അതിന്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രം വരിക, അല്ലെങ്കിൽ ആ z-z0ന്റെ ഫൈനൈറ്റ് നെഗറ്റീവ് പവേഴ്സ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ എനിക്ക് എന്ത് വിളിക്കാം, പോൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റിന്റെ കൺസെപ്റ്റിൽ പോവുകയാണെങ്കിൽ ലിമിറ്റ് z tends to z0 f of z എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, ഇൻഫൈനറ്റിൽ എന്നൊരു അപ്രോച്ചസ് ടു ഇൻഫൈനിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ആ പറഞ്ഞിരിക്കുന്ന പോയിന്റിനെ പോളായിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ലിമിറ്റ് അതിന്റെ ഓർഡർ പറയാൻ വേണ്ടി z മൈനസ് z0 ഹോൾ പവർ n ഇൻറ്റു f of z നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ആ പോയിന്റിന് z0 എന്ന് പറഞ്ഞ പോയിന്റിനെ പോൾ ഓഫ് ഓർഡർ n എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഈ പോളിന്റെ കേസിൽ നമുക്ക് ഓർഡർ ഡിഫൈൻ ചെയ്യാം. അതായത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഇങ്ങനെ അതിന്റെ ഓർഡറിനനുസരിച്ചിട്ട്. ഇപ്പം 1/z എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫസ്റ്റ് z equal to 0 എന്ന് പറഞ്ഞ ഒരു പോളാണ്. അത് ഏത് ഓർഡർ ആണ്, സിമ്പിൾ പോൾ ആണ്. കാരണം അതിന്റെ ഓർഡർ 1 ആണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാൽ z മൈനസ് 0 ഇൻറ്റു f of z ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക, നോട്ട് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് അതൊരു സിമ്പിൾ പോൾ ആണ്. ഇനി 1/z² ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന z മൈനസ് 0 ഹോൾ സ്ക്വയർ, അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 കിട്ടും. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോൺ സീറോ വാല്യൂ ആണ് കിട്ടുക. അവിടെ നമുക്ക് എന്ത് വിളിക്കാം, z0 എന്ന് പറഞ്ഞ പോൾ ഓഫ് ഓർഡർ 2 ആണ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ജനറൽ കേസിൽ പോൾ ഓഫ് ഓർഡർ n എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് z tends to z0 z മൈനസ് z0 പവർ n f of z എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, പോൾ എന്ന് വിളിക്കാം. ഇനി അടുത്ത ടൈപ്പ് ആണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ദ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് f of z in Lorentz series expansion contains infinite number of non-zero terms. അതായത് നോൺ സീറോ അല്ല, നോൺ നെഗറ്റീവ് ടേംസ്. സോറി, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഓക്കെ. പ്രിൻസിപ്പൽ പാർട്ടിൽ എന്തുണ്ടാവും, പ്രിൻസിപ്പൽ പാർട്ടിന്റെ ബേസിലാണ്. പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേംസ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. അല്ലെങ്കിൽ z മൈനസ് z0ന്റെ എത്ര പവേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് പവേഴ്സ്, നെഗറ്റീവ് പവേഴ്സ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, ആ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം, എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് വിളിക്കാം. ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ കണ്ടെയ്ൻസ് ആൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ്, ദെൻ z equal to z0 is known as ഇത്. ഇനി അത് പറഞ്ഞാണ് റിമൂവൽ സിംഗുലാരിറ്റി ആൻഡ് പോൾസ് ആർ ഐസൊലേറ്റഡ്. എപ്പോഴും ഐസൊലേറ്റഡ് ആയിരിക്കും. പക്ഷേ എസെൻഷ്യൽ സിംഗുലാരിറ്റി ഒന്നുകിൽ എന്താവാം, ഐസൊലേറ്റഡ് ആവാം, അല്ലെങ്കിൽ നോൺ ഐസൊലേറ്റഡ് ആവാം. ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ പ്രോബ്ലത്തിൽ പറയുന്നത് എന്താ, പ്രോബ്ലത്തിൽ നമുക്ക് മെൻഷൻ ചെയ്യുന്നത് സൈൻ 1/z ആണ്. സൈൻ
സെഡിന്റെ എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാം അല്ലെ. സൈൻ സെഡ് എന്ന് പറയുന്നത് എന്താ? സെഡ് മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് പവർ 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഈ രീതിയിലുള്ള ഒരു സൈൻ സെഡ് എക്സ്പാൻഷൻ, സീരീസ് എക്സ്പാൻഷൻ എല്ലാവർക്കും നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇവിടെ സെഡിന് വരെ എന്ത് കൊടുക്കുക? 1/1 മൈനസ് സെഡ് കൊടുക്കുക. അപ്പൊ എന്താണ് കിട്ടുക നോക്കാം. ഓക്കെ, ആ കിട്ടുന്നത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന. അപ്പോൾ ഓക്കെ, ലോറൻസ് സീരീസ് ഈ പറഞ്ഞിരിക്കുന്ന ജനറൽ ആയിട്ടുള്ള സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്കത് അറിയുന്നതാണ്. ആ ഒരു എക്സ്പാൻഷൻ സൈൻ സെഡ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഡയറക്റ്റ് കൊടുത്താൽ മതി. സെഡ് മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് പവർ 5/5 ഫാക്ടോറിയൽ മൈനസ് സെഡ് പവർ 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിൽ സെഡിന് പകരം എന്ത് കൊടുക്കുക? 1/1 മൈനസ് സെഡ്. അപ്പോൾ സെഡിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? 1/1 മൈനസ് സെഡ് മൈനസ് ഇവിടെ സെഡ് ക്യൂബിന് പകരം 1/1 മൈനസ് സെഡ് ഹോൾ ക്യൂബ്, പിന്നെ 1/5 ഫാക്ടോറിയൽ ഇൻറ്റു സെഡിന് പകരം 1/1 മൈനസ് സെഡ് ഹോൾ പവർ 5 എക്സെട്ര. ഇത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ എന്തായിരിക്കണം? ഡിനോമിനേറ്റർ ഈ പറഞ്ഞിരിക്കുന്ന 1 മൈനസ് സെഡ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ അതെന്തായി പോകും? അത് നമുക്ക് ഡിഫൈൻഡ് അല്ല ലോറൻസ് സീരീസ്. ഓക്കെ, ലോറൻസ് സീരീസ് ഒക്കെ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയുന്ന വിചാരിക്കുന്നു. ആ ഒരു പോയിന്റിന് മാത്രം ഡിലീറ്റഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്പാൻഷൻ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഈ മോഡ് 1 മൈനസ് സെഡ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കുന്നത്. അപ്പോൾ ലോറൻസ് സീരീസ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് മനസ്സിലാക്കുക. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ സീരീസ് എക്സ്പാൻഷൻ ഓഫ് സൈൻ 1/1 മൈനസ് സെഡിന്റെ എക്സ്പാൻഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും പ്രിൻസിപ്പൽ പാർട്ടിൽ എത്ര എലമെന്റ്സ് ഉണ്ട്. അതായത് 1 മൈനസ് സെഡ് അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നതാണെങ്കിൽ ഇതിനെ സെഡ് മൈനസ് 1 എന്ന് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 1 എന്ന് പറയുന്നതിൽ ഈ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഇല്ലേ ഡിനോമിനേറ്ററിൽ വരുന്നത്. അതായത് പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അപ്പോൾ സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താ? ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അപ്പൊ എസെൻഷ്യൽ ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഐസൊലേറ്റഡ് ആവാം, നോൺ ഐസൊലേറ്റഡ് ആവാം. പക്ഷെ ഈ 1ന്റെ ചുറ്റുമുള്ള വേറെ ഏതെങ്കിലും ഒരു നൈബർഹുഡ് എടുത്താൽ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഡിനോമിനേറ്റർ 0 ആവുന്നുണ്ടോ? അത് മാത്രമല്ല, ഡിനോമിനേറ്റർ 0 എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞ മീനിങ്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ അനലിറ്റിസിറ്റി കാര്യങ്ങളൊക്കെ നോക്കുക ബേസിക് ആയിട്ട്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. സെഡ് ഈക്വൽ ടു 1ന് ചുറ്റുള്ള വേറെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും സൈൻ 1/1 മൈനസ് സെഡിന് എന്തില്ല? സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ആ സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്. അപ്പൊ ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. ഐസൊലേറ്റഡും ആണ്, എന്താണ്? എസെൻഷ്യലും ആണ്. ഓക്കെ, അപ്പോൾ ഇനി അന്നേരം സൊല്യൂഷനിലേക്ക് വരാം. സൊല്യൂഷൻ പറയുന്നത് എന്താ? അപ്പോൾ ഇതെന്തല്ല? പോളല്ല. കാരണം ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. റിമൂവബിൾ അല്ല. എസെൻഷ്യൽ ആണ്, പക്ഷെ അതെന്തല്ല? നോൺ ഐസൊലേറ്റഡ് അല്ല. കാരണം അതിന് ആ സെഡ് ഈക്വൽ ടു 1ന് ചുറ്റും വേറെ ഒരു നൈബർഹുഡിൽ എടുത്ത് ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും വേറെ എന്തുണ്ടാവില്ല? സിംഗുലാരിറ്റീസ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം.